2017 സെപ്റ്റംബർ 4 തായ്വാനിൽ നിന്ന് തായ്പേയിലേക്ക് പോകാനായി ഒരു പൊതുബസിൽ കയറിയ യുവാവ്. എന്നാൽ ഈ യാത്ര അവന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു അനുഭവമായി മാറി. തായ്വാനിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീതി ഉളവാക്കുന്ന അമാനുഷിക സംഭവങ്ങളിൽ ഒന്നാണിത്. So today we will be exploring the terrifying incidents of a true ghost encounter in Taiwan with my channel Mystery Busters. 2017 സെപ്റ്റംബർ 4 ഉച്ചകഴിഞ്ഞ് ഷു എന്നൊരു തായ്വാനീസ് യുവാവ് തായ്പേയിലേക്ക് പോകാനായി തെക്കൻ തായ്വാനിലെ ബസ് സ്റ്റേഷനിലേക്ക് ധൃതിയിൽ പോവുകയായിരുന്നു. ഇറങ്ങാൻ വൈകിയത് കാരണം ബസ് കിട്ടുമോ എന്ന് ഭയന്ന് അവൻ അതിവേഗത്തിൽ ഓടി. എന്നാൽ ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ സമയം കളയാതെ ബസ്സിനടുത്തേക്ക് നടന്നു. ബസിന്റെ വാതിൽ തുറന്നു. ബസിന്റെ ഡ്രൈവർ അവനെ തുറച്ചു നോക്കി. അവൻ ആശ്വാസത്തോടെ അകത്തേക്ക് കയറി. അകത്തൊരാളെയും കാണാനില്ല. കനത്ത നിശബ്ദത മാത്രം. അവൻ പതുക്കെ ബസിന്റെ മുൻസീറ്റിൽ പോയിരുന്നു. എന്നിട്ട് വിശ്വാസം വരാത്ത പോലെ ഒരു വട്ടം കൂടി ചുറ്റിനു നോക്കി. ആ ബസ്സിൽ താനല്ലാതെ മറ്റാരും തന്നെ ഇല്ലെന്ന് അവന് മനസ്സിലായി. വാതിലുകൾ ശക്തമായി അടഞ്ഞു. ബസ് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അവൻ വിൻഡോയിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. അരമണിക്കൂർ യാത്ര, അത് ഒറ്റയ്ക്ക് സമാധാനത്തോടെ പോകാമെന്ന് ഓർത്തപ്പോൾ അവന് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അങ്ങനെ അവൻ പുറം കാഴ്ചകൾ കണ്ട് തന്റെ യാത്രയിൽ മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്ന് പിറകിൽ നിന്നൊരു സ്ത്രീ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടു. അവൻ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ ഒഴിഞ്ഞ സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ കാറ്റായിരിക്കും എന്നവൻ ചിന്തിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈവറുടെ ശബ്ദമായിരിക്കും. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവൻ ഇരുന്നു. പെട്ടെന്ന് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മണിക്കൂറുകൾ കനത്ത ഇരുട്ടിൽ കടന്നുപോയി. അവൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. മൊബൈലിൽ മെസ്സേജ് വന്നിരിക്കുന്നു. അവൻ മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ തന്റെ സുഹൃത്തിന്റെ മെസ്സേജ് ആയിരുന്നത്. ബസ് യാത്ര എങ്ങനെയുണ്ട്? പരിഭ്രാന്തിയോടെ ഷു വേഗത്തിൽ തിരികെ ടൈപ്പ് ചെയ്തു. ബസ് കാലിയാണ്. ബസ്സിനുള്ളിൽ ഞാൻ മാത്രമേയുള്ളൂ. എന്നാൽ ഷുവിന്റെ സുഹൃത്തിന് അതത്ര വിശ്വാസം വന്നില്ല. അവൻ ഷുവിനോട് അതിന്റെ തെളിവ് അയക്കാൻ ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്ത് ബാക്ക് സീറ്റിലെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എന്നാൽ ഫോട്ടോ വ്യക്തമല്ല. അങ്ങനെ ഷു തന്റെ ബാഗിൽ നിന്ന് പ്രോ ക്യാമറ പുറത്തെടുത്തു. ഒരു സെമി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയതിനാൽ അവന്റെ കയ്യിൽ എപ്പോഴും ക്യാമറ കാണുമായിരുന്നു. ക്യാമറ കയ്യിലെടുത്തവൻ ബസിന്റെ ഉള്ളില് ഫോട്ടോ എടുത്തു. എന്നാൽ അതിൽ പഴഞ്ഞ ഫോട്ടോ കണ്ട് അവന്റെ ശ്വാസം നിലച്ചതുപോലെയായി. അവൻ ഫോട്ടോ സൂം ചെയ്ത് നോക്കി. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ടായി. ബസിന്റെ സീലിംഗിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങുന്ന ഒരു മനുഷ്യ കൈ. അതിന് ശരീരമില്ലായിരുന്നു. ഭയം കൊണ്ടവൻ ക്യാമറ തിരിച്ചു മറിച്ചു നോക്കി. ക്യാമറയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ ബസിനുള്ളിലൂടെ മുന്നോട്ടും പിന്നോട്ടും നടന്നു. പക്ഷെ അവിടെ ഒന്നും തന്നെ കാണാനായില്ല. പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് സുഹൃത്തിന് ഫോട്ടോ സെൻഡ് ചെയ്യാൻ നോക്കി. ഫുൾ ബാറ്ററി ചാർജ് ഉണ്ടായിരുന്ന ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി. ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് ഡ്രൈവറോട് പറഞ്ഞാലോ? ഒരു പക്ഷേ അയാളെ ഈ ഫോട്ടോ കാണിച്ചാൽ അയാൾ ഭയം കൊണ്ട് വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചാലോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചവൻ പതുക്കെ തന്റെ സീറ്റിൽ പോയിരുന്നു. കണ്ണുകളടച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ പിറകിലെ സീറ്റിൽ നിന്ന് ആരൊക്കെയോ പിറുപിറുക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അവൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ഒഴിഞ്ഞ സീറ്റുകളല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴും ആ ശബ്ദം ശക്തമായി പിറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ആ ശബ്ദം കേൾക്കാതിരിക്കാൻ രണ്ട് ചെവിയും കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ചു. തന്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ബസ് തായ്പേയിലെത്തി. അവൻ തന്റെ ചെവിയിൽ നിന്ന് കൈമാറ്റി. ഇല്ല, ഇപ്പോൾ ശബ്ദമൊന്നും കേൾക്കാനില്ല. ഉടനെ തന്നെ ഷു ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഡ്രൈവർ അവന്റെ മുഖത്തെ പരിഭ്രാന്തി കണ്ട് അവനെ അവിടെ തടഞ്ഞു നിർത്തി. യാത്ര സുഖമായിരുന്നില്ലേ എന്ന് തിരക്കി. പെട്ടെന്ന് ഷു തന്റെ ക്യാമറയിലെ ഫോട്ടോ അയാളെ കാണിച്ചു. സീലിംഗിന്റെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്ന കൈയെ അയാൾ തുറിച്ചു നോക്കി. എന്നിട്ട് ശാന്തമായി ഷുവിനോട് പറഞ്ഞു, നീ ഇതാരെയും കാണിക്കരുത്. ഇത് പുറത്താരെങ്കിലും കണ്ടാൽ എന്റെ ബിസിനസ് നശിക്കും. എന്നാൽ ഇത് കേട്ടപ്പോൾ ആദ്യം അവന് ദേഷ്യം വന്നെങ്കിലും ഷു ആരോടും പറയില്ല എന്ന് അയാളോട് പറഞ്ഞു. അവൻ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഏതാണ്ട് അർദ്ധരാത്രിയോടെ ഷു വീട്ടിലെത്തി ഉടൻ തന്നെ ഫോൺ ചാർജ് ചെയ്യാനായി പ്ലഗ് ഇൻ ചെയ്തു. സോഫയിൽ വിശ്രമിക്കാൻ കിടന്നു. കുറച്ചു കഴിഞ്ഞ് ഫോൺ ഓണായപ്പോൾ ഷു സുഹൃത്തിന് ബസിന്റെ ഉള്ളിലെ ഫോട്ടോ അയച്ചു കൊടുത്തു. പക്ഷേ പ്രേത ഫോട്ടോ മാത്രം അവൻ അയാൾക്ക് അയച്ചു കൊടുത്തില്ല. അതൊരു പക്ഷേ ഡ്രൈവറുടെ ബിസിനസ്സിനെ ബാധിച്ചാലോ എന്ന് കരുതി. എന്തു ചെയ്യണമെന്നറിയാത്തൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ
തെരുവിലൂടെ ആളുകൾ ചുവന്ന വിളക്കുമായി പോകുന്നത് കണ്ടു. അപ്പോഴാണ് ഷൂവിന് അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മ വന്നത്. സെപ്റ്റംബർ 5 ഇന്നാണ് തായ്വാനിലെ ജനങ്ങൾ ഹംഗ്രി ഗോസ്റ്റ് ഫെസ്റ്റിവലിന് തുടക്കമിടുന്ന ദിവസം. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷമാണിത്. ഈ മാസത്തിൽ മരിച്ചവരെ ആദരിക്കുകയും അവർക്ക് വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു. തായ്വാനിലെ ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ ദിവസങ്ങളിൽ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വാതിൽ തുറക്കുകയും പ്രേതാത്മാക്കൾ ഭൂമിയിലെത്തി അവിടെ താമസിക്കുകയും ചെയ്യുമെന്നാണ്. തലേന്ന് രാത്രി ബസ്സിൽ ആരുമില്ലാത്തതിന്റെ കാരണവും ഇതായിരുന്നു. ആ രാത്രിയിൽ മരിച്ചവരെല്ലാം ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നതിനാൽ ജനങ്ങളാരും ഈ രാത്രിയിൽ പുറത്തിറങ്ങാറില്ലായിരുന്നു. ഒടുവിൽ ഷൂ തനിക്കുണ്ട അനുഭവത്തെക്കുറിച്ച് സുഹൃത്തിനോട് തുറന്നു പറയുകയും ഫോട്ടോ അയാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഫോട്ടോ കണ്ട സുഹൃത്ത് വല്ലാതെ ഞെട്ടി. അയാൾ ഉടൻ തന്നെ ഷൂവിനോട് ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. തന്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയ ഷൂ തന്റെ അനുഭവം ഫോട്ടോ സഹിതം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് വൈറലാവുകയും ചെയ്തു. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ അവനെ വല്ലാതെ ഭയപ്പെടുത്തി. ചിലർ പറഞ്ഞു, നീ ശപിക്കപ്പെട്ടവനാണ്. ചിലർ പറഞ്ഞു, ഈ ആത്മാക്കൾ എന്നേക്കുമായി നിന്റെ കൂടെ കൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള കമന്റുകൾ അവന്റെ ഭയത്തെ കൂടുതൽ വഷളാക്കി. അവൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അവന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവൻ തന്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കട്ടിലിൽ കിടന്ന് മൊബൈലിലെ സ്ക്രീനിൽ വാർത്തകൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിനിടയിൽ അതിലൊരു തലക്കെട്ട് അവന്റെ സമാധാനം കെടുത്തി. ഒരു മാരകമായ ദുരന്തം, 6 പേരുടെ മരണത്തിനിരയായ ഒരു അപകടം. അത് നടന്നത് തന്റെ സ്ഥലത്ത് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ അവൻ പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിന്റെ താഴെയായി ദേഹമാസകലം രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഡ്രൈവറുടെ ഫോട്ടോ കാണാനിടയായി. അവൻ ഫോട്ടോ സൂം ചെയ്ത് നോക്കി. ആ മുഖം അവന് പരിചിതമായി തോന്നി. അത് മറ്റാരുമായിരുന്നില്ല, അവൻ യാത്ര ചെയ്ത ബസ്സിലെ ഡ്രൈവർ തന്നെയായിരുന്നു അത്. അതിന് താഴെയായി അപകടത്തിൽപ്പെട്ട ബസിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് അവൻ സഞ്ചരിച്ചിരുന്ന ബസ് തന്നെയായിരുന്നു. ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് അപകടമുണ്ടായതെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ ബസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ബസ് അപകടത്തിൽപ്പെടുന്നതിന് മുൻപുള്ള CCTV ദൃശ്യത്തിൽ ഡ്രൈവറിന്റെ ശ്രദ്ധ മാറ്റുന്ന എന്തോ ഒന്ന് ആ ബസ്സിലുണ്ടായിരുന്നതായി കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ എന്താണതെന്ന് ആർക്കും വിശദമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അയാൾ എന്തോ ഒന്ന് കണ്ട് ഭയന്നതുപോലെ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി. ബസിന്റെ നിയന്ത്രണം തെറ്റി. ബസ് എവിടെ പോയി ഇടിച്ചു. പെട്ടെന്നൊരു സ്ഫോടനമുണ്ടായി. നിമിഷങ്ങൾക്കുള്ളിൽ അവിടെയാകെ മരണത്തിന്റെ അലർച്ച കേൾക്കാൻ തുടങ്ങി. 6 പേരുടെ മരണത്തിനിടയാക്കിയ ആ ബസ് അപകടത്തിന്റെ പിന്നിലെ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യം ഇപ്പോഴും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു.